റോഡും തോടും ഒക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ കാര്യം പറഞ്ഞു. സാധാരണക്കാരായ ജനങ്ങൾക്ക് അറിയാത്തൊരു സംഗതിയുണ്ട്. ഞാനൊരു അധ്യാപികയായിട്ട് ഗവൺമെന്റ് സ്കൂളിൽ വർക്ക് ചെയ്തിരുന്ന ആളാ. തവനൂര് പഞ്ചായത്ത് ഉൾപ്പെടെ നമ്മുടെ പൊതുവിദ്യാലയങ്ങളില് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് സ്കൂളിൽ പല പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്, നടത്തുന്നുണ്ട്. ടീച്ചർ കാണാപാഠം പഠിച്ചിട്ടൊന്നാണ്. ടീച്ചർ മുഖത്തോക്കി സംസാരിക്കും. ലുക്ക് അറ്റ് ദി ഫേസ്. മുഖത്തോക്ക്. അധ്യാപകർക്ക് പഠിപ്പിക്കാൻ സമയമില്ല, സമയം കിട്ടണമില്ല. അധ്യാപകർക്ക് പഠിപ്പിക്കാൻ സമയമില്ലാത്ത അധ്യാപകരോട് പോയില്ല. അത് ബാക്കിയുള്ളവരെന്തോടെ പഠിച്ചത്? ടീച്ചർ പോയി പഠിപ്പിക്കുക. സമയമില്ലെങ്കിൽ കിട്ടുന്ന സമയത്തെല്ലാം പോയി പഠിപ്പിക്കുക. ടീച്ചർ വേണമെങ്കിൽ സാറ്റർഡേ സൺഡേയും കൂടെ ക്ലാസ് എടുത്തോ, ഫുൾ ടൈം പഠിപ്പിച്ചോ. സമയമില്ലാത്താണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ കിട്ടുന്ന സമയത്ത് മൊത്തം പഠിപ്പിച്ചോ. വീട്ടിൽ പോലും പോണ, രാത്രി ഇരുന്ന് പഠിപ്പിച്ചോ. പബ്ലിസിറ്റി മാത്രം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ സെൻസസ് എടുത്താലേ, സർവേ എടുത്ത് നോക്കിയാലേ സ്വന്തം പേര് പോലും മലയാളത്തിൽ എഴുതാൻ അറിയില്ല കുട്ടികൾക്ക്. ഒന്ന് സർവേ എടുത്തിട്ട് നിങ്ങൾ നോക്കണം. 1 മുതൽ 7 വരെയുള്ള പിള്ളേർക്ക് മലയാളം പോലും എഴുതാൻ അവനോടെന്നുണ്ടെങ്കിൽ അത് പഠിക്കുന്ന ടീച്ചർമാരുടെ കുറ്റമാണ്. നിങ്ങളെപ്പോലെ വായിട്ടലയ്ക്കുന്ന കുറ്റമാണ്. പിള്ളേരെ നേരെ പഠിപ്പിക്കുക. അല്ലാതെ ഇതേപോലെ വല്ല വാഗ്വാദത്തിലും വന്നു നിന്ന് തന്നെ എങ്ങനെ പഠിപ്പിക്കാൻ സമയം കിട്ടും? പോയി പിള്ളേരെ പഠിപ്പിക്കപ്പെട്ട പിള്ളേർ. റോഡും തോടും കാടും എല്ലാം അവിടെ നിൽക്കട്ടെ. നമുക്ക് പറയാനുള്ള 1 തൊട്ട് 7ാം ക്ലാസ് വരെയുള്ള പിള്ളേരെ കാര്യമാണ്. കാരണം പിള്ളേർക്ക് മലയാളം പോലും എഴുതാൻ അറിയത്തില്ല. കാര്യം എന്താണ്? ടീച്ചർമാർക്ക് പഠിപ്പിക്കാൻ സമയമില്ല. ടീച്ചർമാർ ഇതേപോലെ വായിട്ടലയ്ക്കാനായിട്ട് കണ്ടടം നിരങ്ങാനായിട്ട് അവിടെ ഇവിടെയും പോയി കിടന്നിട്ട് ബാക്കിയുള്ളവരെ കുറ്റം പറയുകയാണ്. പിള്ളേരെ പഠിപ്പിക്കുന്നില്ല. പോയി പഠിപ്പിക്കുക. വേണ്ട പിള്ളേരെ പോയി പഠിപ്പിക്കുക. പഠിപ്പിക്കാനുള്ള സമയത്ത് പോയി പഠിപ്പിക്കുക. പിള്ളേര് പഠിക്കുന്നുണ്ടോന്ന് ശ്രദ്ധിക്കുക. അന്നോടത്തെ പിള്ളേർക്ക് എന്താണ് അന്നോടത്തെ അത് പഠിപ്പിച്ചു കൊടുക്കുക. പാർട്ടിക്കാരത്ത് പോയി പറഞ്ഞിട്ട് കാര്യമില്ല. PSC എഴുതി എക്സാം എഴുതി പാപ്പിക്കാൻ കയറിയത് നിങ്ങളാണെന്നുണ്ടെങ്കിൽ പിള്ളേരെ പാപ്പിക്കേണ്ട ചുമതല നിങ്ങൾക്കാണ്. അത് നിങ്ങൾ ചെയ്യുക. പാർട്ടിക്കാർക്ക് വികസനം ഉണ്ടാക്കാനേ അറിയത്തുള്ളൂ, പഠിപ്പിക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് ടീച്ചർ തന്നെ പഠിപ്പിച്ചേ പറ്റൂ. അത് ബാക്കി ആരുടെയും കുറ്റമല്ല. പിള്ളേർക്ക് അറിഞ്ഞുകൂടുന്നുണ്ടെങ്കിൽ, പിള്ളേർ പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ടീച്ചർമാരാണ്. ഓക്കെ, അല്ലെങ്കിൽ പാരന്റ്സിന്റെ അടുത്ത് പോയി പറയാം, പാർട്ടിക്കാരുടെ അടുത്ത് പോയി പറഞ്ഞിട്ട് കാര്യമില്ല. ഫ്രീ ടൈം കിട്ടുമ്പോൾ എല്ലാം പഠിപ്പിച്ചുതരാം.